സ്ലീവാച്ചിന്റെ ബ്രാൻഡ് ഏതാ? ഓ അങ്ങനെ ഇന്ന ബ്രാൻഡ് ഒന്നുമില്ല, എല്ലാം അടിക്കാണ്. പക്ഷെ ഇപ്പൊ എനിക്ക് ഒഴിക്കണ്ടോ, ഞാൻ ചവിടിയേക്കുവാ. പെരുന്നാളായിട്ട് സ്ലീവാച്ചിന്റെ കൂടെ അടിക്കാൻ വെച്ച് വന്നായിരുന്നു, അപ്പൊ അത് പോയി. അത് ശരി. അപ്പൊ അടിങ്ങത്തിട്ട് എത്ര ആളായി? കൃത്യമായിട്ട് പറഞ്ഞ കെട്ട് കഴിഞ്ഞപ്പോ അങ്ങ് നിർത്തി. റിൻസി, നീ അവിടെ ചെന്ന് സ്ലീവാച്ചിനാകെ അടിമുടി മാറ്റിയെടുത്തല്ലോ. കൂർക്കയും പോർക്കും ഇത് റിൻസിമോടെ സ്പെഷ്യലാ. നീ ഇത് അവിടെ ചെന്ന് പരീക്ഷിച്ചായിരുന്നോ ഡി? ആ അതെന്നാന്നറിയോ, ഈ ധ്യാനമൊക്കെ ആയിരുന്നോണ്ടേ റിൻസിക്ക് സമയം കിട്ടിയില്ല. അത് കുഴപ്പമില്ല, ഇനിയെങ്കിലും പരീക്ഷിക്കാലോ. അമ്മച്ചി ഇന്നിനി ഇവിടെ നിന്ന് വരവ് നടക്കത്തില്ല. ഇവിടുത്തെ അമ്മച്ചി വിട്ടില്ലെന്ന്. അവിടെ അനച്ചില്ലേ? ആ ഞാൻ രാവിലെ തന്നെ എത്തിക്കോളാം. ശരി. അതൊക്കെ പിന്നെ ചെയ്യാം. നീ അങ്ങോട്ട് ചെല്ലേ. മോനവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ശരി. കിടന്നില്ലായിരുന്നു? ഇല്ല. എനിക്ക് മുറി മാറി കിടന്നിട്ടാണോന്ന് അറിയില്ല, ഉറക്കം പറ്റില്ല. കുറച്ച് വെള്ളം എടുത്തരോ? ഈ പടമൊക്കെ റിൻസി വരച്ചാലേ? അതെ. അപ്പൊ കലാകാരിയാണ്. ഈ പടം എനിക്ക് മനസ്സിലായില്ല, ഇതെല്ലാത്തിന്റെ? അത് ഞാൻ വരച്ചല്ല, പിക്കാസോന്റെയാ. പിക്കാസോ? പിക്കാസോ വലിയ ആർട്ടിസ്റ്റാ. എവിടുത്തായിരുന്നു? മലാക്ക, സ്പെയിൻ. ഫോറൻ പാർട്ടിയല്ലേ? എനിക്ക് കലാകാരന്മാരൊക്കെ എല്ലാം ഇഷ്ടമെന്നറിയും. പടം വരയ്ക്കുന്നവരെ, പാട്ട് പാടുന്നവരെ ഭയങ്കര കഴിവാന്ന്. ഈ ദാസേട്ടൊക്കെ എന്നെ ഒരു ഒച്ചയാല്. പിന്നെ അപ്പൊ ഇനി എന്നെ റിൻസിയുടെ ഭാവി പരിപാടി എന്നേലും പഠിക്കാൻ പോകണ്ടോ, അതോ എന്നേലും ജോലിക്ക് പോകണ്ടോ? എനിക്കറിയില്ല, ഞാൻ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല. ഈ വെള്ളോട് വെച്ചേക്കാവോ? എന്താ പിന്നെ ഞാൻ കിടക്കട്ടെ, വെളുപ്പിനങ്ങ് പോകണല്ലേ. അപ്പൊ ശരി. ഇനിയിപ്പോ വെളുപ്പിന് യാത്ര പറയാൻ പറ്റിയില്ലെങ്കിലോ? ഈ മുറിയിൽ ഭയങ്കര ചൂടാ. വാതിലോർന്ന് നടന്നോട്ടെ, കുറച്ച് കാറ്റ് കയറുമല്ലോ. എന്നാ ശരി. ഇച്ഛ ശരിക്കും തീരുമാനിച്ചു ഉറപ്പിച്ചോ? എന്നെ വെച്ച് നമ്മൾ പിരിയാണോ? അങ്ങനല്ലേ? അങ്ങനെയാണോ? പ്രിൻസി അല്ലേ പറഞ്ഞ എന്നെ പോലെ ഒരുത്തൻ്റെ കൂടെ ജീവിക്കാൻ പറ്റില്ല, എന്നെ വീട്ടിൽ കൊണ്ടാക്കിയതെന്ന്. ഞാനന്നോട്ട് കംഫർട്ടല്ലായിരുന്നു, അതുകൊണ്ട് പറഞ്ഞതാ. ഇപ്പോ ഞാൻ ഓക്കെയാണ്. ഇച്ചാനോ? വന്ന് ഞാൻ സത്യം പറയട്ടെ, എനിക്ക് പീരീഡിനെ പറ്റി ചിന്തിക്കാൻ കൂടെ പറ്റത്തില്ലെന്ന്. എനിക്കെന്നെ ഇഷ്ടമാണെന്നറിയോ റിൻസിനെ. റിൻസിക്ക് വിഷമാതിരിക്കാൻ വേണ്ടിയിട്ടാ
പ്രിൻസി പറഞ്ഞ പോലെ എല്ലാം ഞാൻ ചെയ്ത്. ഇപ്പൊ വീട്ടിൽ കൊണ്ടാക്കിയത് പോലും റിൻസിക്ക് സന്തോഷമാകാൻ വേണ്ടിട്ടാ. എനിക്ക് ഇതുവരെ ഞാൻ വിചാരിച്ചത് റിൻസിക്ക് എന്നെ കാണുന്ന പോലും ദേഷ്യമെന്ന. ഇതൊക്കെ ഒന്നും തുറന്നു പറയാൻ പറ്റണ്ടേ? ഇപ്പൊ ഉണ്ടല്ലോ സംഗീതം എന്നടക്കം ഇറങ്ങിപ്പോ ഒരു സുഖല്ലേ. ഹലോ ഹലോ അല്ലേ, ഞാനെന്ന് എവിടെ കിടക്കണേ? ഞാൻ പ്രിൻസിനൊന്ന് കെട്ടിപ്പിടിച്ചോട്ടെ.